നമസ്തേ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവും നമ്മുടെ സംരക്ഷകനുമാണ്. നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നു. നമ്മൾ ദൈവികമായിട്ടുള്ള തലങ്ങളെ ഈ ആഴത്തിലുള്ള യാത്രയിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് എനർജി, സാധാരണ എനർജി എന്ന് പറഞ്ഞാൽ അതിന് ഒരു നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത് ഫിസിക്സിലാണ്. ഇനി അതിനപ്പുറത്തേക്ക് ആത്മീയ തലങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ്. അപ്പം നെഗറ്റീവ് എനർജി ആകുന്നത് എപ്പോഴാണ്? നമ്മൾ നമ്മുടേതായിട്ടുള്ള എനർജിയുടെ ഫ്രീക്വൻസിയിലൂടെ സഞ്ചരിക്കാതെ അതിൽ നിന്ന് ഭ്രംശിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വലയങ്ങളിലേക്ക് പെട്ടുപോകുന്ന സമയത്തൊക്കെയാണ്. എന്തു തന്നെയാണെങ്കിലും സ്പിരിച്വാലിറ്റിയിലും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണ്, ചിലർ പറയും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയാൻ സാധിക്കുമോ, ഇതൊക്കെ വെറും മിത്താണ് എന്നുള്ളത്. പക്ഷെ അത് ലിറ്ററലി അതിൻ്റെ വേർഡ്ലി അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള മീനിങ് എന്നതിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള തലങ്ങളിൽ നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ശപിക്കപ്പെട്ട് കിടക്കുകയാണോ. ചില സമയത്ത് നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ എന്നിൽ നിന്ന് വിട്ടുമാറാത്തത്. ചില സമയത്ത് നമുക്ക് തോന്നും ഞാൻ എന്തുകൊണ്ട്, എങ്ങനെ, ഏത് കഷ്ടകാലത്തിന് ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത്. ചില സമയത്ത് ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള എനർജി ഡ്രെയിൻ അല്ലെങ്കിൽ ഊർജ ചോർച്ചകൾ, അതിൽ നിന്നുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ, കഷ്ടതകൾ, മാനസിക വ്യഥകൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകളാകട്ടെ അതിൽ വീണ് പരാജയപ്പെട്ടു പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ സത്യാന്വേഷിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചലഞ്ചസ് മുന്നിൽ വരും, പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്തു പോകുമെന്നുള്ളതാണ്. ഓൾവേസ് ദ യൂണിവേഴ്സ് ഓർ ദ ഗോഡ് എപ്പോഴും ഉള്ളതെന്താണ്? നാശത്തിനുള്ളൊരു പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയാണ് എന്ന് പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളിലൂടെ എന്നും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കില്ല, അതിനെ നമ്മൾ മറികടക്കുമെന്നുള്ളതാണ്. അങ്ങനെ പ്രപഞ്ചം നമ്മുടെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളെ മാറ്റുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂൺ ഓർ ലേറ്റർ നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള ഒരു ചാലക ശക്തി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പല ബന്ധങ്ങൾ നമുക്കുണ്ട്, പല വ്യക്തികൾ നമ്മളോട് പല രീതിയിൽ ഇടപഴകുന്നു. ചില ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് ഊർജ്ജമാണ്. ചില ആളുകളോട് വല്ലപ്പോഴുമൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും നല്ലതായിട്ട് തോന്നുന്നത്. ചില ആളുകൾ നമ്മളെ എത്ര വിളിച്ചാലും അല്ലെങ്കിൽ എത്രമാത്രം അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ കാലാകാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ ചവിട്ടിപ്പോയിട്ടുള്ള മുള്ളാണികളെക്കുറിച്ച് അല്ലെങ്കിൽ വീഴ്ചകളെക്കുറിച്ച്, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും മുൻപുണ്ടായി ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന മുറിവിൽ വീണ്ടും വീണ്ടും വിരലമർത്തിക്കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ചില വ്യക്തികൾ, മനസ്സിൻ്റെ മുറിവുകളെ ഇങ്ങനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് വീണ്ടും വീണ്ടും ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുകയും ആ നെഗറ്റിവിറ്റിയിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് പതിയെ പതിയെ അകലമുണ്ടാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നമ്മിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചത്തിന് എപ്പോഴാണോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ച് ഇതിൽ നിന്നുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മൾ ലെസൺസ് ഉൾക്കൊണ്ടു എന്ന് തോന്നുന്നത്, നമ്മൾ ആ പരീക്ഷ പൂർത്തിയാക്കിയത്, ആ സമയത്ത് വി വിൽ ലെറ്റ് ഗോ ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ വിട്ടുകളയുകയാണ് എന്നുള്ളത് പറയാം. അപ്പം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് പ്രപഞ്ചം നമ്മളിൽ നിന്ന് നെഗറ്റിവിറ്റിയെ അകറ്റിക്കൊണ്ട് ഒരു പുതിയ ഉദയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകൾ, എനിക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് പോസിറ്റീവ് മൈൻഡ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻസ്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സാഹചര്യം, നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പ്രസൻറ്റ് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് നമ്മൾ പിന്നീട് കണ്ടെത്തുകയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ പോയി ചിലപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ഒരു ശൂന്യതയുടെ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അതിലൂടെ കടന്നതിന് ശേഷം പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള, നിങ്ങളിൽ ശാന്തത നിറയ്ക്കുന്ന, നിങ്ങളുടെ റിസോഴ്സസിനെ ഉപയോഗിക്കാനായിട്ട്
നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചലഞ്ചുകൾ മുന്നിൽ വരുത്തിയിട്ടാണെങ്കിലും നിങ്ങളെ ബെറ്ററായിട്ടുള്ള അവസ്ഥകളിലേക്ക് ഉയർത്താൻ സഹായകമാകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ മുന്നിലേക്ക് പതിയെ പതിയെ വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള, പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ പ്ലേസിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഉണങ്ങാത്ത മുറിവിൽ നോക്കിയിരുന്ന നമ്മൾ പുതിയതായിട്ടുള്ള പ്രതീക്ഷകളിലേക്ക് നോക്കി വളരുന്നതിനെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഇതാണ് അടുത്തതായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത്. പ്രപഞ്ചം നമ്മളിൽ ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റികളെ അകറ്റുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന വലിയ വലിയ തടസ്സങ്ങൾ, ചലഞ്ചസ്, അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് മാറിപ്പോവുകയാണ്. വലിയ തടസ്സങ്ങളെന്ന് വിചാരിച്ചത് വളരെ ലാഘവത്തോടെയുള്ള കാര്യം എന്നുള്ള രീതിയിൽ നമ്മളിൽ നിന്ന് വാനിഷായി പോകുന്നതായിട്ടുള്ള അവസ്ഥ. നമ്മുടെ വഴികൾ തെളിഞ്ഞു വരികയാണ് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറുന്ന സമയത്ത്. ഇതും ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് പ്രപഞ്ചം നമ്മളെ രക്ഷിക്കുന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. മനസ്സിൻ്റെ ഭാരം കുറയുകയാണ്. നമുക്കൊരു ലഘുത്വം ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യുകയാണ്. ഭാരക്കുറവ്, ആശ്വാസം, ശാന്തത, ശൂന്യത, പോസിറ്റീവായിട്ടുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഈ ശൂന്യതയെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എംപ്റ്റി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളില്ല. നമ്മുടെ മനസ്സ് ക്ലിയർ ആയിട്ട് വരികയാണ്. അങ്ങനെയുള്ള ക്ലിയർ ആയിട്ടുള്ള മനസ്സുണ്ടാകുന്ന സമയത്താണ് അവിടെ കൂടുതൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് പോലെ, അല്ലെങ്കിൽ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പുകൾ, അതുപോലെ തന്നെ കാർമിക് ടൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഭാരം, അത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സ്വപ്നത്തിലൂടെയോ നമ്മുടെ അന്തർജ്ഞാനത്തിലൂടെയോ നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കുകയാണ്. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ പോകാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൈഡൻസുകൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങുകയാണ്. കാരണം മറ അല്ലെങ്കിൽ ഒരു മതിൽ എന്ന് പറയുന്നത് നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ള ആ ഒരു അകൽച്ച മാറി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യവും മനസ്സും മെച്ചപ്പെടുന്നു. പഴയതായിട്ടുള്ള അനാരോഗ്യങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ കുറഞ്ഞ് നമ്മൾ പുതിയതിനായിട്ട് ഒരുക്കപ്പെടുന്നതായിട്ടുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകുന്നു. പ്രകൃതിയോടുള്ള അടുപ്പം നമുക്ക് വർദ്ധിക്കുകയാണ്. പലപ്പോഴും പ്രകൃതിയോട് അടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്. അതിനെ മറികടക്കുന്ന സമയത്ത് പ്രകൃതിയുമായിട്ട് അടുത്ത് നമ്മൾ കൂടുതൽ റിഫ്രഷ്ഡ് ആകുന്നു. മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സിങ്ക്രോണിസിറ്റീസ് വർദ്ധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ്. ശരിയായ സമയത്ത് ശരിയായ അവസരങ്ങളും വ്യക്തികളും നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നു. ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടാവുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. അത് മതങ്ങൾക്കും മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ദൈവിക അസ്തിത്വം എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് എത്തുകയാണ്. പ്രാർത്ഥനയായിക്കോട്ടെ, ധ്യാനമായിക്കോട്ടെ, മറ്റു രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ആയിക്കോട്ടെ, അതിൽ നിന്ന് നമ്മൾ ആ ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടുകയും നമുക്കതൊരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് കൂടുതൽ ഒരുപാട് ബെനഫിറ്റ്സിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സ്പിരിച്വൽ എനർജി വഴി നമുക്കൊരു ഇൻവിസിബിൾ പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ആ പ്രൊട്ടക്ഷൻ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത്, പോസിറ്റീവ് എന്ന് പറയുമ്പം ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, ഒപ്റ്റിമിസം മാത്രമല്ല, നമ്മൾ ശുദ്ധമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തെറ്റുകളില്ലാതെ, കുറ്റബോധങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ, നമ്മുടെ മനസ്സാക്ഷിയെ മുൻനിർത്തി, അല്ലെങ്കിൽ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കറിയാം. നമ്മളെ തെറ്റുകളിൽ നിന്ന് എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ അന്തർജ്ഞാനത്തിനെ ശ്രവിച്ചുകൊണ്ട് നമ്മൾ നീതിപൂർവം കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന നല്ലതായിട്ടുള്ള അവസ്ഥ, നെഗറ്റിവിറ്റി മാറിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലൂടെ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. തുടരുവാൻ വേണ്ടി തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.